ലോക പോലീസായ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ തങ്ങളുടെ സ്വന്തം പോസ്റ്റ്മാനാക്കി മാറ്റിയിരിക്കുകയാണ്. സാമ്പത്തിക തകർച്ചയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറിനെ തങ്ങളുടെ ദൂതനായി ഇറാനിലേക്ക് അയച്ചിരിക്കുകയാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഉപരോധം പിൻവലിക്കാമെന്ന മോഹന വാഗ്ദാനം നൽകി ഇറാനെ വരുതിയിലാക്കുക. എന്നാൽ അമേരിക്കയുടെ ഈ ദൂതന് തെഹ്റാനിൽ ലഭിച്ച സ്വീകരണം വാഷിംഗ്ടണിന്റെയും ഇസ്ലാമാബാദിന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരമായി മാറുകയായിരുന്നു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക, ഒപ്പം പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കുമെതിരെ നടക്കുന്ന പ്രോക്സി ആക്രമണങ്ങൾ, അതായത് ഹൂത്തികളുടെ ആക്രമണങ്ങളുണ്ടല്ലോ, അത് പൂർണ്ണമായി നിർത്തുക. ഇതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. ഇത് അംഗീകരിച്ചാൽ ഇറാനുമേലുള്ള സാമ്പത്തിക നാവിക ഉപരോധങ്ങൾ നീക്കാമെന്ന അമേരിക്കൻ നിർദ്ദേശവുമായിട്ടാണ് പാക് കരസേനാ മേധാവി അസിം മുനീർ ടെഹ്റാനിലെത്തിയത്. പോകുന്നതിന് മുൻപ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അസിം മുനീറിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ കൃത്യമായി ചട്ടം കെട്ടിയിരുന്നു. സ്വന്തം രാജ്യത്ത് തീവ്രവാദവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായിരിക്കുമ്പോഴാണ് പാക് ജനറൽ അമേരിക്കയുടെ ദൂതനായി ഇറാനിലേക്ക് വണ്ടി കയറിയത്. ടെഹ്റാനിലെത്തിയ മുനീർ നേരെ പോയത് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയും പരമോന്നത നേതാവിന്റെ പ്രതിനിധിയുമായ മൊഹസൻ റസായെ കാണാനാണ്. കഴിഞ്ഞ ജൂണിൽ വാഷിംഗ്ടണുമായി ഒപ്പുവെച്ച 14 ധാരണാപത്രം അനുസരിച്ച് ഇറാൻ ഉടൻ തന്നെ ആക്രമണങ്ങൾ നിർത്തണമെന്നും സമാധാനം പാലിക്കണമെന്നും അമേരിക്കയുടെ ഏറാൻ മൂളിയായി നിന്നുകൊണ്ട് മുനീർ ആവശ്യപ്പെട്ടു. കരാറുകൾ ലംഘിക്കപ്പെട്ടതിൽ ഇരുപക്ഷത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന നയതന്ത്ര ഉപദേശവും അദ്ദേഹം നൽകി. എന്നാൽ ഈ അമേരിക്കൻ നാടകത്തിന് ഇറാൻ കൊടുത്ത മറുപടി അതിശക്തമായിരുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഇറാന്റെ നിയന്ത്രണത്തിലാണ്, അല്ലാതെ അമേരിക്കയുടെ കയ്യിലല്ല എന്നും അമേരിക്കൻ വാഗ്ദാനങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നും മോഹസൻ റസായി തുറന്നടിച്ചു. അമേരിക്ക ആദ്യം അവരുടെ പെരുമാറ്റം മാറ്റണം, വെറും വാക്കുകളല്ല, പ്രായോഗികമായ നടപടികളാണ് വേണ്ടതെന്ന് അദ്ദേഹം അസിം മുനീറിന്റെ മുഖത്ത് നോക്കി തന്നെ വ്യക്തമാക്കി. കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. അമേരിക്ക പലതവണ കരാറുകൾ ലംഘിച്ചതാണ് മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് കൂടി പറഞ്ഞതോടെ പാക് ജനറലിന്റെ വായടഞ്ഞു. ഇതിനെല്ലാം പുറമെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നൽകിയ മുന്നറിയിപ്പാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അമേരിക്കയുടെ ഭീഷണിയും ഗുണ്ടായുസവും തങ്ങളുടെ മുന്നിൽ വില പോവില്ലെന്നും ഇത്തരം തന്ത്രങ്ങൾ നയതന്ത്രത്തെ കൂടുതൽ സങ്കീർണമാക്കുകയേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെങ്കിലും അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ചുരുക്കം. ഇതിനിടയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു വലിയ അമേരിക്കൻ ഇരട്ടത്താപ്പ് കൂടിയുണ്ട്. ഒരു വശത്ത് പാകിസ്ഥാനെ ദൂതനായി അയച്ച് ഇറാനോട് ഉപരോധം നീക്കാമെന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്ന അതേ അമേരിക്ക തന്നെ മറുവശത്ത് പുതിയ ഉപരോധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. ഇറാന്റെ ഡിജിറ്റൽ ആസ്തികൾ, സാങ്കേതിക വിദ്യ, ഷിപ്പിംഗ് എന്നിവയെ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ ഉപരോധങ്ങൾ അമേരിക്ക തയ്യാറാക്കുന്നുണ്ടെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തന്നെ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനുമായി സാമ്പത്തിക ബന്ധമുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം. ചുരുക്കത്തിൽ ഗൾഫിൽ കളി മാറുകയാണ്. വാഷിംഗ്ടണിന്റെ ഇരട്ടത്താപ്പും ഭീഷണികളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഇറാൻ ഒരു കാരണവശാലും മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സന്ദേശവാഹകനായി പോയ വിലപേശാൻ ശ്രമിച്ച പാകിസ്ഥാനെ പറ്റി അവർ നയതന്ത്ര വേദിയിൽ വീണ്ടും അപമാനിതരായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരളം.